ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ്. അപ്പോൾ ഇന്ദ്രൻ നേരെ രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഒരു അനോണിമസ് കോൾ സംസാരിക്കുന്നത് പോലെ അവിടുത്തെ ബൂത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആള് വെള്ളത്തിൽ പോയി എന്നുള്ള വിവരമാണ് നമ്മുടെ രാജലക്ഷ്മിയോട് പറയുന്നത്. അതെ, ഇവിടെ ഒരു പാലത്തിൽ നിന്ന് ഒരാൾ വെള്ളത്തിൽ പോയി. അത് നിങ്ങളുടെ മോനാണോ എന്നൊരു സംശയം. തോന്നിയ ദിവസം പറയരുത് കേട്ടോ, എന്റെ മോൻ അങ്ങനൊന്നും വരില്ല. ഇന്ന് രാവിലെ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതിന് ദൃക്സാക്ഷിയാ ഞാൻ. ഒരു സ്ത്രീയാ ഇന്ദ്രജിത്തിനെ പാലത്തിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടത് എന്ന് പറഞ്ഞു. ആ വിവരം അപ്പൊ തന്നെ വിളിച്ചു പറയാതിരുന്നതേ ശരിക്കും പേടിച്ചിട്ടാ മേഡം. അതെ, ഇപ്പൊ എങ്കിലും സത്യം അറിയിക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ മേഡത്തിനെ വിളിച്ചത്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഇനി ഇന്ദ്രജിത്തിനെ ജീവനോടെ കാണില്ല എന്ന് പറഞ്ഞു. അയാളെ ഇനി ഒരു സ്ത്രീ കൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേനും രാജലക്ഷ്മിയുടെ ബോധവും പോയി. ആ വതേണ്ട കിടക്കുന്നു. അപ്പൊ വേഗം തന്നെ അംബിക ഇത് കണ്ടോണ്ടാ വരുന്നത്. രാജലക്ഷ്മി, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അമ്മേ അമ്മേ എന്റെ മോൻ പോയി അമ്മേ എന്ന് പറഞ്ഞു. എന്താടി, എന്ത് പറ്റി നിനക്ക്? ചോദിച്ചു കേട്ടില്ലേ, എന്തൊക്കെയാ നീ പറയുന്നത്? അതേമ്മേ, ഇന്ദ്രനെ ഏതോ ഒരു സ്ത്രീ അവിടുത്തെ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇട്ടു എന്നാ പറയണത്. ആരാ നിന്നോട് പറഞ്ഞത്? നീ ഇങ്ങനെ കരയാതെ. അവന്റെ ശവശരീരം പൊങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാ പറയണത്. ദൈവമേ, ഞാൻ ഇതെങ്ങനെ സഹിക്കും? എന്റെ കൊച്ചുമോൻ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ അംബിക. അപ്പൊ ഇവള് വേഗം ചാടി എഴുന്നേറ്റ് രാജലക്ഷ്മി, വീടില്ല ഞാൻ. അവള് സ്ത്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും അവള് തന്നെ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവും. എന്റെ മോനെ കൊന്നിട്ട് അവൾ അങ്ങനെ ഇപ്പൊ സൂചിച്ച് ജീവിക്കണ്ട എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവളെ. അപ്പൊ വേഗം തന്നെ ദേഷ്യപ്പെട്ട രാജലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങാണ്. ഒന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പൊ ഇന്ദ്രനാണെങ്കിലോ, ഇന്ദ്രനൊരു കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തിൽ വന്ന് കാറൊക്കെ എടുത്തോണ്ട് അങ്ങ് പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഡയറക്ടറെയാണ്. അപ്പൊ രതികയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇപ്പൊ പൈക്കപ്പ് പറയും. സാറേ പ്ലീസ് സാർ, ക്യാഷ് ഉണ്ടായിട്ടല്ല ഈ ആഡ് ചെയ്യുന്നത്. ഷൂട്ടിങ്ങും മുടങ്ങിയ സ്ഥാപനത്തിന് വലിയ നഷ്ടം ഉണ്ടാവും. എന്റെ പൊന്നു നിർമ്മാതാവേ, എന്റെ തെറ്റുകൊണ്ടാണോ ഇത് മുടങ്ങുന്നത്? നായകൻ വരാത്തത് എന്റെ കുഴപ്പമാണോ? ഞാൻ ബൈക്ക് പോറയും എന്ന് പറഞ്ഞോണ്ട് ഈ എന്താ പറയാ ഈ ഡയറക്ടർ നേരെ കയറി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ആൾക്ക് ഭയങ്കര ദേഷ്യത്തിലാണ്. പ്രതിക്കാണ് പിടിച്ചു നിർത്തിയിരിക്കുക. അപ്പോഴാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവിയുണ്ട്. അല്ല, ഇതാരാ? അത് സേതുമാധവൻ. ഓ, അതാരാ എന്ന് ചോദിച്ചു. അല്ല, J2M എന്ന് പറയുന്ന അതിന്റെ പ്രൊപ്പറേറ്ററാ. പിന്നെ അവരാ നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരുന്നത്. എന്റെ പൊന്നോ, ഇത് സഹായമല്ലേടേ, ഇതൊരു സാമദ്രോഹം എന്നാ വിളിക്കണത്. അപ്പൊ ഡയറക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ പല്ലവി അവിടെ നിർത്തി. സേതു നേരെ ഡയറക്ടറെ അടുത്തേക്ക് ചെല്ലാണ്. പല്ലവിയാണെങ്കിൽ നല്ല ടെൻഷനിലാണ് കേട്ടോ. എന്ത് സംഭവിച്ചു ഇന്ദ്രൻ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഭയങ്കര ടെൻഷനിലാണ്. അപ്പൊ നമസ്കാരം സർ എന്ന് പറഞ്ഞു. സർ, ഇനിയിപ്പോ എന്താ സർ ചെയ്യുന്നത്? ഞാൻ പൈക്കപ്പ് ചെയ്യും, അത്ര തന്നെ. അയ്യോ സർ, അങ്ങനെ പറയല്ലേ സർ, വലിയൊരു എമൗണ്ട് നഷ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പറയല്ലേ, സാറിനെ പോലെ മഹാനായ ഒരു ഡയറക്ടർ വിചാരിച്ചാല് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റില്ലേ? ഓ സേതു ഇപ്പൊ എന്താ വിളിച്ചത്? അല്ല സർ, സാറിനെ പോലെ ഒരു മഹാനായ ഡയറക്ടർ വിചാരിച്ച എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന്. ഞാനൊന്ന് ആലോചിക്കട്ടെ. വഴി ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ, ഹീറോയ്ക്കും ഹീറോയിനും പകരം നല്ല ആർട്ടിസ്റ്റുകളെ തന്നാൽ ഞാൻ ഈ റാംകി എന്താ പറയാ ഡയറക്റ്റ് ചെയ്ത് തന്നിരിക്കും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്താ? അല്ല പിന്നെ സർ, ഈ സമയത്ത് അന്വേഷിച്ച എവിടെ കിട്ടാനാ? താൻ അന്വേഷിച്ച ആരും കിട്ടില്ല, തന്നെ കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ ഇതുമില്ലാത്തൊരു കോൺട്രോളർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അവനോട് ചൂടവാ. സർ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാൽ ഞാൻ പൈക്കപ്പിനെ പറ്റി ആലോചിക്കാം. അയ്യോ ഇല്ല സർ, വളരെ കുറച്ച് സമയം, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞോണ്ട് സേതു അപ്പുറത്തേക്ക് മാറിപ്പോവാണ്. അപ്പൊ നിർമ്മാതാവേ, എന്തായാലും സേതു ഒരു കാര്യത്തിന് പോയിരിക്കല്ലേ, എന്നാലും ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു നമ്മുടെ ഋതുവിനോട്. അപ്പൊ ഋതു പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ഫോൺ വിളിച്ചപ്പോഴത്തേനും എന്തിനാണോ താൻ എടുക്കുന്നത് എന്ന് ചോദിച്ച് ആ കൂടെയുള്ള കൺട്രോളറെ വഴക്ക് പറയാണ്. എന്തായി എന്ന് ചോദിച്ചു പല്ലവി. ഒന്നും നടക്കുന്ന ലക്ഷണമില്ല പല്ലവി, എല്ലാം തകിട് മറിയും. ഷൂട്ടിംഗ് മുടങ്ങുന്ന അവസ്ഥയാ. ആരുടെയും തെറ്റല്ലല്ലോ, അപകടം ആർക്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാലോ. പറഞ്ഞിട്ടെന്ത് കാര്യം? പക്ഷേങ്കില് വലിയ പകരം ഒരു ആർട്ടിസ്റ്റിനെ കൊടുത്താൽ ഷൂട്ടിങ് ചെയ്യാം എന്നാ ഡയറക്ടർ സമ്മതിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? ഇപ്പൊ പെട്ടെന്ന് ഓടിയാലോ എവിടെ നാളെ കിട്ടാനാ? ഒരു പിടുത്തവുമില്ല. എന്ത് ചെയ്യൂന്ന് അറിയില്ല. അപ്പൊ ഇവരിങ്ങനെ നിൽക്കാണ്. അപ്പം പല്ലവി, ഞാൻ ഒരാലോചിച്ചപ്പം ഒറ്റ കാര്യം എന്റെ മനസ്സിൽ വന്നുള്ളൂ. പല്ലവിക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചു. ഞാനോ? പല്ലവിക്കൊന്ന് അഭിനയിക്കാവോ നായികയായിട്ട്? സേതു
സേതുവേട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ അഭിനയിക്കാനോ? നായികയായിട്ടോ? എന്റെ പൊന്ന് സേതുവേട്ടാ, സേതുവേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചോ. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ സേതുവേട്ടൻ അറിയാലോ. അതിനിടയിൽ ഇങ്ങനെ ചോദിക്കാൻ എങ്ങനെ സേതുവേട്ടന് പറ്റി? നായികയാവാൻ എന്തൊക്കെയാ പല്ലവി വേണ്ടത്? ഭംഗി വേണം, നന്നായി സംസാരിക്കാൻ അറിയണം, പിന്നെ സഭാകമ്പം അതുണ്ടായിക്കരുത്, അത്രയല്ലേ വേണ്ടത്. ഈ 3 ഗുണവും എന്താണെങ്കിലും പല്ലവിക്കുണ്ട്. അത് മാത്രമല്ലല്ലോ, അഭിനയിക്കാൻ അറിയണ്ടേ എന്ന് ചോദിച്ചു. അതൊക്കെ ശരിയായിക്കോളും പല്ലവി. ദേ ഇപ്പൊ ആരും അഭിനയിക്കുന്നില്ലല്ലോ, ജീവിക്കുകയല്ലേ ചെയ്യണത്. അതുകൊണ്ട് താന് ജീവിച്ചു കാണിച്ചാൽ മാത്രം മതി. അത് പല്ലവിക്ക് പറ്റും എന്ന് പറഞ്ഞു. പറ്റില്ല. അപ്പൊ സേതുവിനോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് അച്ചു അങ്ങോട്ടേക്ക് വന്നത്. എന്താ എന്ന് ചോദിച്ചു. അച്ചു 1 മിനിറ്റ്, അച്ചു പല്ലവിയുടെ നായികയായിട്ട് അഭിനയിക്കാൻ ഒന്ന് പറ, അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് അച്ചുവും പറഞ്ഞു. ചേച്ചി ഒരു കാര്യം ചെയ്യാം, ധൈര്യമായിട്ട് അങ്ങ് സമ്മതിക്കല്ലേ ചേച്ചി, ചേച്ചിക്ക് പറ്റും. എന്താ അച്ചു ഈ പറയണത്? അഭിനയിക്കുക എന്ന് പറയുന്നത് നിസ്സായ സംഗതിയായിട്ടാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അത് നോക്കാനല്ലേ ഡയറക്ടർ. ചേച്ചി ആദ്യം ഒന്ന് സമ്മതിക്കാം, എന്നാ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രതിസന്ധിയില്ല പല്ലവി. ഞാൻ ഷൂട്ടിങ് നടത്തിയില്ലെങ്കിൽ കാശ് ഒരുപാട് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ രക്ഷിക്കണം പ്ലീസ് എന്ന് പറഞ്ഞ് കൈ കൂപ്പുവാണ്. എന്താ സേതുവേട്ടൻ ഇത്? സേതുവേട്ടൻ എന്റെ മുന്നിൽ അപേക്ഷിക്ക്, ഒരിക്കലും വരുത്. സേതുവേട്ടൻ ദാനം തന്ന ജീവിതമാ എനിക്കുള്ളത്, അതുകൊണ്ട് സേതുവേട്ടൻ ഒരിക്കലും എന്റെ മുന്നിൽ അപേക്ഷിക്കാൻ പാടില്ല. കൽപ്പിച്ചോളൂ, എങ്കിലും ഞാൻ അനുസരിക്കും എന്ന് പറഞ്ഞു. അവസാനം ഞാൻ എന്റെ സേതുവേട്ടന് വേണ്ടി ജീവൻ തരും, എന്നാ പോലും മതിയാവില്ല സേതുവേട്ടൻ തന്ന സ്നേഹത്തിനും കരുതലിനും പകരമായിട്ട്. ശരി, ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എന്റെ കൂടെ അച്ഛനും കൂടി അഭിനയിക്കണം എന്ന് പറഞ്ഞു. അയ്യോ എനിക്കോ എന്ന് ചോദിച്ചോ. എനിക്ക് പറ്റുന്നല്ലേ പറഞ്ഞത്, അപ്പൊ നിനക്കും പറ്റും, നോക്കണ്ട നിനക്കും പറ്റും എന്ന് പറഞ്ഞു. സേതുവേട്ടാ എന്നെ കൂഷിക്കേറ്റില്ലേ എന്ന് പറഞ്ഞു. ഒന്നും പറയണ്ട, ദേ ഇപ്പൊ തന്നെ നായിക റെഡി ആയി, ഞാൻ ചെന്ന് പറയാൻ പോവാട്ടോ എന്ന് പറഞ്ഞു. വലിയൊരു ആപത്തിൽ നിന്നാ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് രക്ഷിച്ചത്, എന്നെ വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞ് ഡയറക്ടറോട് പറയാൻ സേതു അങ്ങ് പോവാണ്. പിന്നെ കാണുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പൊ നമ്മുടെ രാജലക്ഷ്മി വിശ്വത്തെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മേഡം എന്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇരിക്ക എന്ന് പറഞ്ഞ വിശ്വത്തോടും അവരോട് ഇരിക്കാൻ പറഞ്ഞു. മേഡം എന്റെ മോനെ കാണാനില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കുറച്ചു മുമ്പ് എന്നെ ആരോ വിളിച്ചിരുന്നോ, ഒരു സ്ത്രീ ആ പാലത്തിൽ നിന്ന് അവനെ തള്ളിയിട്ടു എന്ന് പറഞ്ഞ് അന്വേഷിക്കണം മേഡം, എന്റെ മോൻ എന്ത് പറ്റിയെന്നൊന്ന് കണ്ടുപിടിക്കണം. അതേ കോൾ ഇവിടെയും വന്നിരുന്നു എന്ന് പറഞ്ഞു പോലീസ്. ഇന്ദ്രജിത്ത് അതല്ലേ നിങ്ങളുടെ മകന്റെ പേര്? അതെ അതെ മേഡം എന്ന് പറഞ്ഞു. ശരി, നിങ്ങളുടെ മകന് ശത്രുക്കൾ ആരോ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഉണ്ട് മേഡം, അവള് തന്നെയാ ഇത് ചെയ്തത്. ആ പല്ലവി, ആ പകയുള്ള പെണ്ണാവള്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവളവള്. നിങ്ങളുടെ മകനും ഒട്ടും മോശക്കാരനായിരുന്നില്ലല്ലോ, എന്നാലും അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എങ്ങനെ ചെയ്യില്ല എന്നാ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അല്ല പല്ലവി നിങ്ങളെ മകനെ ഇല്ലാതാക്കി എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ അതാണ് മേഡം സത്യം. എന്താ അതിന് തെളിവ് എന്ന് ചോദിച്ചു. അത് പിന്നെ മേഡം തെളിവ് വെറുതെയുള്ള ഊഹാഭോഹങ്ങളൊന്നും സാഹചര്യങ്ങളും പല്ലവി നിങ്ങൾക്കുള്ള ദേഷ്യവും അത് മാത്രമല്ലേ കാര്യങ്ങളുള്ളൂ, അല്ലാതെ തെളിവൊന്നുമില്ലല്ലോ. പക്ഷെ ഒരു സ്ത്രീ ആ പുഴയെ തള്ളിയിട്ടെന്നാണ് വിളിച്ച ആള് പറഞ്ഞത്. അവരെ തള്ളിയിടാനും മാത്രം ധൈര്യമുള്ള സ്ത്രീ വേറെ ആരാ ഉള്ളത്? അവളല്ലാതെ. ഇത് അവള് തന്നെയാ മേഡം, എനിക്കതിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പോലീസുകാർക്ക് സംശയങ്ങൾ മാത്രമല്ല വേണ്ടത്, തെളിവുകൾ കൂടിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അതുണ്ടോ നിങ്ങളുടെ കയ്യില്? ഉണ്ടെങ്കിൽ പറ. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കണം. എന്താ, ആദ്യം നിങ്ങളുടെ മകൻ തന്നെയാണോ പുഴയിൽ വീണതെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. ആണെങ്കിൽ അയാൾ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്തണം. പിന്നെ അതിനുശേഷം മാത്രമല്ലേ പ്രതി ആര് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിശ്വത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പല്ലവി ചേച്ചി എനിക്ക് നന്നായി അറിയാം, മനഃപൂർവ്വം പല്ലവി ചേച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? ദുഷ്ടൻ, കുടുംബസ്നേഹം ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞു. സ്വന്തം ചേട്ടനെ കാണാനില്ല, അപ്പോഴും അവനെ വിശ്വാസം അവൾ എവിടുന്നോ കയറി വന്ന അവളെയാ എന്ന് പറഞ്ഞ വിശ്വത്തോട് ദേഷ്യപ്പെടുക. ഇവൻ പറയുന്നൊന്നും ഗൗനിക്കല്ല എന്റെ മേഡം. എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അതിന് കാരണക്കാരി അവള് മാത്രമാ. എനിക്ക് നീതി കിട്ടണം, എന്റെ പരാതിക്ക് പരിഹാരം കാണണം മേഡം. വിഷമിക്കണ്ട, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തവരെ പിടിക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നോളൂ എന്ന് പറഞ്ഞു. എന്താ വേണ്ടെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ശരി മേഡം, അപ്പം നിങ്ങൾ തൽക്കാലം പുറത്തിരിക്കുക എന്ന് പറഞ്ഞു. അല്ല മേഡം, അത് പിന്നെ ഒരു പരാതി അമ്മ വന്നേ എന്ന് പറഞ്ഞു. അല്ലടാ,
എടാ ഒരു പരാതി എഴുതി കൊടുത്തില്ല. അമ്മയും കൂട്ടിക്കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താണെങ്കിലും അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അവർ പേപ്പർ എടുത്ത് പരാതി എഴുതിയോ? അവളും അവളുടെ ആളെന്നാ തോന്നുന്നത്. പരാതിയൊക്കെ എഴുതിക്കോളും, അമ്മ എവിടെ ഇരി. ആരാടാ, ഇന്ദ്രനാണോ എന്ന് ചോദിച്ചു. അല്ല, എന്റെ ഫ്രണ്ടാ. അമ്മ എവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു വിഷു അവിടെ എത്തിയിട്ട് വിഷു നേരെ പുറത്തേക്ക് ഫോൺ എടുത്തുകൊണ്ട് പോവാണ്. മറ്റേ അല്ല വിളിക്കുന്നത്, പാറുവാണ് കേട്ടോ. ഹലോ, എവിടെയാ, തിരക്കാണോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുവാ. എന്ത് പറ്റി എന്ന് ചോദിച്ചു. എന്ത് പറയാനാ, ഏട്ടനൊരു അപകടം. അപകടമോ? ആ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണതാ. ആരോ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരിക്കുക. പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴിയേ? അതെങ്ങനെ സംഭവിച്ചു? അത് തന്നെ ഞാനും സംശയിക്കുന്നത്. ഏതോ ഒരു വിളിച്ചു പറഞ്ഞ ആള്, അതൊരു അനോണിമസ് കോളായിരുന്നു. ഒരു സ്ത്രീയാണ് തള്ളിയിട്ടത് എന്നാ പറയണത്. പക്ഷെ അമ്മ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല്ലവി ചേച്ചിയാണ് ഏട്ടനെ തള്ളിയിട്ടതെന്നാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ അത് ഉറപ്പിച്ചിരിക്കുക. എന്റെ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതെനിക്കറിയാം. പക്ഷെ അമ്മയൊന്ന് വിശ്വസിക്കണ്ടേ? ഞാൻ എന്താ ചെയ്യുക? പല്ലവി ചേച്ചി ഏട്ടനെ പാലത്തിൽ നിന്ന് തള്ളിയിട്ട് കൊള്ളുന്നു എന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. പറഞ്ഞയാൾ അങ്ങനെയൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പറഞ്ഞയാൾക്ക് തെറ്റിപ്പോയതായിരിക്കും. എന്താണെങ്കിലും ഒന്നാമത് ചേച്ചി ഇന്ദ്രനെ അങ്ങനെ തള്ളിയിടാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അഥവാ ഇട്ടാ തന്നെ നീന്തി രക്ഷപ്പെടാനായിട്ട് ഇന്ദ്രൻ അറിയാലോ, നന്നായിട്ട് നീന്താൻ അറിയുന്ന ആളല്ലേ. പിന്നെ എങ്ങനെയാ അയാള് മുങ്ങി മരിക്കുക? അതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. മൊത്തത്തിൽ എന്തായാലും ഒരു ദുരൂഹതയുണ്ട് സംഭവങ്ങൾ കേട്ടിട്ട്. എനിക്കും അതേ അഭിപ്രായം തന്നെയാ പാറു. പക്ഷെ അമ്മ സാരമില്ല, എന്തായാലും ഏട്ടൻ എന്താ സംഭവിച്ചെന്ന് ആദ്യം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും തന്റെ ചേച്ചിക്ക്. ഓക്കെ, എന്നാ ശരി, എന്താണെങ്കിലും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏട്ടനോ ഒന്നും പ്രട്ടില്ലെന്ന് മനസ്സൊരുക്കി താൻ പ്രാർത്ഥിക്കാം. ശരി എന്ന് പറഞ്ഞ വിശ്വം ഫോൺ വെച്ചു കേട്ടോ. അപ്പൊ പാറുവിന് നല്ല ടെൻഷനായി. ഇനി എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. അപ്പൊ ദേണ്ട പല്ലവിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ സേതുവിന് വെപ്രാളം. സേതു ഓരോന്നോരോന്ന് എടുത്തു കൊടുക്കാണ്. അതെ, ഇതിട് എന്നൊക്കെ പറഞ്ഞു. വേണ്ട എന്റെ പൊന്നിയേട്ടാ, ചേട്ടൻ അവിടെ ഒന്ന് വെച്ചിട്ട് പോ. എനിക്കറിയാം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. അല്ലെ, എനിക്കും അറിയാം. ചേട്ടൻ അറിയാമെങ്കിൽ ചേട്ടൻ വീട്ടിൽ പോയി ചെയ്യുക എന്ന് പറഞ്ഞ് ഓടിക്കാണ് സേതുവിനെ. അപ്പൊ അച്ചു അവിടെയുണ്ട്. അപ്പൊ അതേണ്ട ഋതിക അങ്ങോട്ടേക്ക് വന്നു. ഋതികയ്ക്ക് ഇത്തിരി കൂശുമ്പുണ്ട്. അതും അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അച്ചു ആയിരുന്നു നായികയാവാനായിട്ട് കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞു. അല്ല, നായികയ്ക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ വേണ്ടേ? അതിന് ഇവരെക്കാളുള്ളത് അച്ചുവിന് തന്നെയല്ലേ. അച്ചു കോളേജിൽ പഠിപ്പിക്കുന്നു എന്നല്ലാതെ ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പക്ഷേ അച്ചുവിന്റെ കാര്യം അങ്ങനെയാണോ? അച്ചു എന്തൊക്കെ കഴിവുള്ള കുട്ടിയാ. കുട്ടിക്കാലം മുതൽ എന്തൊക്കെ പഠിച്ചിരിക്കുന്നു അവള്. അത് തന്നെ അതിന്റെ ഗുണം. അത് ശരിയാ. ഒന്നും കാണാതെ ഞാനിങ്ങനെ തീരുമാനമെടുത്തെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. അതെന്താന്ന് വെച്ചാലേ, ഒരു പ്രശ്നമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ ജില്ലാ കലാതിലകമായിരുന്നു പല്ലവി. നാടകത്തിൽ അഭിനയിച്ചു ഡാൻസ് കളിച്ചതിനും ഒക്കെ ധാരാളം സമ്മാനങ്ങൾ നമ്മുടെ പല്ലവിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ സേതുവേട്ടൻ അറിയാം എന്ന് ചോദിച്ചു. മുകുന്ദമാഷ് ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സേതു പറയാം. സ്റ്റേജിൽ കിടന്ന് തുള്ളാനായിട്ട് ആരെ കൊണ്ട് പറ്റും? അതുപോലെയാണോ അഭിനയം? അത് ശരിയാ. അത് നോക്കാനാണല്ലോ സംവിധായകൻ എന്ന് പറയുന്നയാള് ഇവിടെയുള്ളത്. പല്ലവിയാണോ അച്ചു ആണോ നായികയാണോ നല്ലതെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അവസാനം സ്ക്രീൻ പ്രസൻസ് എന്നൊരു സാധനമുണ്ട്. അതുകൊണ്ടല്ലോ നേരിട്ട് കണ്ടാൽ ഭംഗി തോന്നാത്ത പലർക്കും സ്ക്രീനിൽ ചിലപ്പോ അതൊക്കെ തോന്നും. അതുകൊണ്ടേ തൽക്കാലം ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക നല്ലത്. അപ്പൊ സേതു നല്ലൊരു അടിയൊക്കെ അടിച്ച് നിൽക്കാണ്. പിന്നെ നമ്മുടെ ആ ഒരു നായികനെ നേരിട്ട് കാണാനും നല്ലതുണ്ട്, സ്ക്രീനിലും അതുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ സേതു. അപ്പൊ കട്ടയ്ക്ക് നിൽക്കുകയാണ് ഋതുവും സേതുവും കൂടി. അപ്പൊ പല്ലവി അതിനിടയ്ക്ക്, അതെ ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ധൈര്യത്തോടെ നിന്നോ, ഇതൊരു നല്ല തുടക്കാവും ചേച്ചിക്ക് എന്ന് പറഞ്ഞ് അച്ചു കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അച്ചു ഭയങ്കര കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണ്. അപ്പൊ മേഡം എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പല്ലവിക്ക് നല്ല ടെൻഷനാണ്. പല്ലവി മാറി എന്നിട്ട് മനസ്സിലെ തീയ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല സേതുവേട്ടാ. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? എന്ത് സംഭവിച്ചാലും നമ്മൾ തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആദ്യം പരസ്യം, പിന്നീട് അത് കഴിഞ്ഞ് നമുക്കത് പോയി അന്വേഷിക്കാം. എന്താ അതുപോലെ തന്റെ മനസ്സ് പറയുന്നത് ഇന്ദ്രനൊന്നും സംഭവിച്ചു കാണില്ല എന്ന് തന്നെ എന്റെ മനസ്സ് പറയണത്. അഭ്യാസിയല്ലേ, അവൻ എന്താണേലും നീന്തി കയറാതിരിക്കൊന്നുമില്ല. താൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു.
പല്ലവി പേടിക്കുന്നതൊക്കെ വെറുതെ ആവാനാ സാധ്യത, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ആയാൽ മതിയായിരുന്നു ഒരു സമാധാനത്തിന്. അപ്പൊ പല്ലവി ആശ്വസിപ്പിച്ച് കൂടെ സേതു ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് പോലീസുകാർ ഇതേ പാലത്തിലേക്ക് വരുവാണ്. കൂടെ നമ്മുടെ എന്താ പറയുക, വിഷു ഉണ്ട്, അതുപോലെ തന്നെ രാജലക്ഷ്മി ഉണ്ട്, അംബികയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ മോനെ മോനെ എന്നൊക്കെ നിലവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ദാ ഇവിടുന്നാ ഇങ്ങനെ ചാടുന്നത്, ഇതിലെ താഴേക്ക് ഇറങ്ങാനുള്ള വഴി ഏതാ? അപ്പൊ പോലീസുകാരുടെ കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നിങ്ങളൊന്ന് സമാധാനിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നേരെ ഇവരെല്ലാവരും കൂടെ നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പോലീസുകാരും ഉണ്ട്. അപ്പൊ മേഡം ഒന്ന് തപ്പാൻ പറ, ആരെങ്കിലും ഒന്ന് ഇറങ്ങ എന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന നാട്ടുകാരില് നിങ്ങൾ ആരെങ്കിലും നീന്തൽ അറിയാവുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കറിയാം മേഡം, ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി തപ്പണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഇറങ്ങി തപ്പാൻ തുടങ്ങിയപ്പോ ഒരു ചേച്ചി അവിടെ നിന്ന് ചോദിക്കുകയാണ്, അതെ ഇവിടെയാണ് വീണതെന്ന് ഉറപ്പുണ്ടോ? ആ ഉണ്ട്, ഇവിടേക്കാ വീഴുന്നത് കണ്ടത്. എങ്കിൽ പിന്നെ ഇവിടെ തപ്പിട്ട് എന്ത് കാര്യം, കായലിൽ പോയി തപ്പേണ്ടി വരും എന്ന് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞ രാജലക്ഷ്മി നിലവിളിക്കാണ്. അതോടുകൂടിയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.